ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ. പ്രഭാത തീർത്ഥത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചിന്തകളെ, ആശങ്കകളെ, പരിഭ്രമങ്ങളെ താല്പര്യത്തോടെ കൊണ്ടു നടക്കുന്നതിന് പകരം അത് സമ്മാനിക്കുന്ന ഊർജക്ഷയത്തെക്കുറിച്ച്, അത് നമ്മിലുണ്ടാക്കുന്ന ഊർജ നഷ്ടത്തെക്കുറിച്ച് ബോധ്യം ഉളവാകേണ്ടതുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കതിനെ പുനർവിചിന്തനം ചെയ്യാനുള്ള ശ്രദ്ധയുണ്ടാവും. പല ചിന്തകളും, പല ആശങ്കകളും, പല ഭയങ്ങളും വിശകലനത്തിൽ അസ്ഥാനത്താണെന്ന് കാണാൻ കഴിയും. അത്തരത്തിൽ അസ്ഥാനത്തുള്ള ഭയാശങ്കകളും പരിഭ്രമങ്ങളുമായി ഭാരം നിറഞ്ഞ ഒരു ജീവിതം നയിക്കേണ്ട കാര്യമുണ്ടോ? താത്വിക തലത്തിൽ സംസാര ഭയത്തെ മുഴുവൻ നിരാകരിക്കും പാകത്തിലാണ് ആത്മബോധം പങ്കുവയ്ക്കപ്പെടുന്നത്. അതായത് ആത്മബോധം നേടിയ ഒരാൾ നിർഭയനായിരിക്കും. അദ്ദേഹത്തെ ഒരു ആശങ്കകളും പിരിമുറുക്കങ്ങളും പരിഭ്രാന്തികളും സ്വാധീനിക്കില്ല. അങ്ങനെ ഒരു ലക്ഷ്യം മുന്നിലുണ്ടായിരിക്കട്ടെ. അതിലേക്ക് നടന്നെടുക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ നമ്മെ ബാധിക്കുന്ന ഭയാശങ്കകളെയും പരിഭ്രമങ്ങളെയും ചോദ്യം ചെയ്യാൻ, വിശകലനം ചെയ്ത് അതിൻ്റെ അന്തസാര ശൂന്യത അറിയാൻ നമുക്ക് സാധിക്കണ്ടേ? അടുത്ത ശ്ലോകത്തിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് ആലോചനകൾ നമുക്ക് സാധിക്കട്ടെ. താത്വിക തലത്തിൽ പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വത്തെക്കുറിച്ച്, ഇത് വെറും പ്രകടനമാണ് എന്ന ബോധ്യം നേടുന്നതിനുള്ള ചിന്ത. അതുപോലെ തന്നെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വ്യാവഹാരിക ജീവിതത്തിൽ നമ്മെ ബാധിക്കുന്ന ഭയാശങ്കകളെ ചോദ്യം ചെയ്യാനുള്ള ശ്രദ്ധ. രണ്ട് ചിന്തകൾ. ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. 27-ാമത്തെ ശ്ലോകത്തിൽ ഭഗവത് പാദർ വേദാന്ത ലോകത്തിലെ ഒരുപക്ഷെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഉദാഹരണത്തെയാണ് ഉദ്ധരിക്കുന്നത്. രജ്ജു സർപ്പവദാത്മാനം ജീവം ജ്ഞാത്വാ ഭയം വഹേത് നാഹം ജീവ പരാത്മേതി ജ്ഞാതശ്ചേത് നിർഭയോ ഭവേത്. രജ്ജു കയറ്, സർപ്പവത് സർപ്പത്തെ പോലെ, രജ്ജുവിനെ, കയറിനെ സർപ്പമെന്ന് കരുതുമ്പോൾ ഭയം ഉണ്ടാവും. ഇതുപോലെ ആത്മാനം ജീവം ജ്ഞാത്വാ, ആത്മാവിനെ ജീവനാണ് നിസ്സാരമായ നിസ്സഹായമായ ശരീരാദികളിൽ കുരുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലുള്ളതാണ്. ആത്മാവ് സർവാധാരമായി സച്ചിദാനന്ദമായി പരിലസിക്കുന്ന കാമകർമ്മങ്ങളൊന്നുമില്ലാത്ത തത്വം. ആത്മനോ വിക്രിയാ നാസ്തി, വിക്രിയകളില്ല, വികാരങ്ങളില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അങ്ങനെയുള്ള ആത്മതത്വത്തെ കേവലം ജീവനായി നിസ്സാര തത്വമായി ഗ്രഹിക്കുന്നിടത്ത് ഭയം വഹേത്, അത് നമുക്ക് ഭയങ്ങളെ പ്രദാനം ചെയ്യുന്നു. നാഹം ജീവ പരാത്മേതി, അഹം ന ജീവ, ഞാൻ ഈ നിസ്സാരനായ ജീവനല്ല. ഈ ജീവന്റെ തന്നെ യാഥാർത്ഥ്യം ആത്മതത്വമാണ്. നാഹം ജീവ പരാത്മാ, ഞാൻ പരാത്മാവാകുന്നു, പരമാത്മാവാകുന്നു, ജീവനല്ല എന്നറിയുമ്പോഴോ ജ്ഞാതശ്ചേത്, ഈ അറിവ് നേടുന്നതോടെ നിർഭയോ ഭവേത്, നിർഭയനായിട്ട് തീരുന്നു. ശ്രീമദ് വിവേകാനന്ദ സ്വാമികളുടെ പ്രസിദ്ധമായ ഒരു ഉദ്ധരണിയുണ്ട്. ലോകത്തിലെ എല്ലാ അനീതികൾക്കും, ഓരോരുത്തരും ചെയ്തു വരുന്ന കുറ്റകൃത്യങ്ങൾക്കും ഒക്കെ കാരണം ദൗർബല്യമാണ്. ദൗർബല്യത്തിന് കാരണം ഭയമാണ്. ജീവിതത്തെ ശോഭനമാക്കണമെങ്കിൽ, സന്തോഷം നിറഞ്ഞതാക്കണമെങ്കിൽ, ശാന്തി നിറഞ്ഞതാക്കണമെങ്കിൽ, നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നതാക്കണമെങ്കിൽ നാം നമ്മുടെ ദൗർബല്യങ്ങളെയും ഭയങ്ങളെയും വിശകലന വിധേയം ആക്കണം. താത്വിക ദൃഷ്ടിയ ഈ പ്രപഞ്ചം പ്രതീതി മാത്രമാണ്,
ജീവാത്മാവ് എന്ന ദുരവസ്ഥ ഇല്ല. അത് വാസ്തവത്തിൽ പരമാത്മാവ് തന്നെയാണ്. വ്യാവഹാരിക ദൃഷ്ടിയ നാം പല അനുഭവങ്ങളിലും നമ്മുടേതായിട്ടുള്ള പല പ്രകാരത്തിലുള്ള രാഗദ്വേഷങ്ങളും കലർത്തി ഭയവും ആശങ്കകളുമൊക്കെ അനുഭവിച്ചു വരുന്നുണ്ട്. അത് നമുക്ക് തിരുത്താൻ സാധിക്കട്ടെ. ആത്യന്തിക തലത്തിലുള്ള തെറ്റായ കാഴ്ചയെയും മിഥ്യാഭ്രമത്തെയും നമുക്ക് തിരുത്താൻ സാധിക്കട്ടെ. രണ്ടിനും നമുക്ക് ഉത്സാഹിക്കാം. വ്യാവഹാരിക ലോകത്തിലെ തിരുത്തുകൾക്ക് ഉത്സാഹിക്കുന്നത് താത്വിക അവബോധത്തിന് നമ്മെ സഹായിക്കുകയും ചെയ്യും. ഇതിന് നമുക്ക് സാധിക്കട്ടെ. ഹരിയോം.